വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ റമദാൻ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് മോർണിംഗ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് എനിക്ക് കുറച്ച് ഹാം ബേസ് ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് ചിപ്പോട്സിൻ്റെ പീസസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഇതിമ വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അടയാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ചിയ സീഡ്സ് ഇങ്ങനെ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലമായി വിചാരിക്കണേ ഈ ഒരു ചിയ സീഡ്സിൻ്റെ പുഡിങ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളത്. ഇത് പാലിൽ കുറച്ച് ചിയ സീഡ്സ്, ഒരു 2 ടേബിൾ സ്പൂണോളം ചിയ സീഡ്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും അത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു 10-20 മിനിറ്റൊക്കെ മാക്സിമം വെച്ചാൽ മതിയാവും. ഞാൻ പിന്നെ രാവിലെ എണീറ്റ് അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ വെച്ചതാണ്. പിന്നെ സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ടോപ്പിങ്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉറുമാമ്പഴം പിന്നെ ഒരു പീസ് ആപ്പിളും ആണ് യൂസ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് റൂമിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ടേസ്റ്റ് തന്നെ. നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ടേസ്റ്റാണെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. ഭയങ്കര ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കണതിന് വലിയ പ്രശ്നമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ചിലവർക്ക് ഇങ്ങനെ രാവിലെ തന്നെ ഈ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒന്നും അത്ര പറ്റുന്നുണ്ടാവില്ലല്ലോ, കഴിക്കാൻ കഴിയുന്നുണ്ടാവില്ലല്ലോ. എനിക്ക് പക്ഷേ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ ഒരു ടൈമിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ട്സൊക്കെ എടുത്തിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് ഹാം ബേസ് ചെയ്യാനുണ്ട്. പിന്നെ അതിനുള്ളിൽ വെക്കാനുള്ള റിംഗ് ആൽബംസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം അന്നായിരുന്നു കേട്ടോ എൻ്റെ അനിയന് പഠിക്കുന്ന നഴ്സറിയിൽ ആനിവേഴ്സറി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഇതൊക്കെ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഓന് ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനും പിന്നെ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ പോകേണ്ടി വരുമല്ലോ. എന്തായാലും ഞാൻ ടു ഡു ലിസ്റ്റിൽ എല്ലാം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹാമ്പറിലേക്ക് വേണ്ടിയിട്ട് എനിക്കൊരു റിംഗ് ആൽബം ചെയ്യാനുണ്ട്. ഇത് ഫോട്ടോസ് കസ്റ്റമർ റിവീൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഫോട്ടോ കാണിക്കാണ്ട് കട്ട് ചെയ്യണത്. പിന്നെ ഈ ഒരു ഷീറ്റിൽ തന്നെ ഞാൻ 2 മിനി ഫ്രെയിംസിനുള്ള ഫോട്ടോസും കൂടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല, നാളെ രാവിലെ കൊറിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. കാരണം അത് പെട്ടെന്നുണ്ടല്ലോ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഹോളിട്ട് റിങ്ങൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ദിവസമോ 5 ദിവസമൊക്കെ മുന്നേ ഒരു മിനി ഗിഫ്റ്റ് ബോക്സിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഇങ്ങനെ റിംഗ് ആൽബം പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് കാണിക്കുന്നത് ആ ഒരു സെയിം മോഡലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്.
അങ്ങനെ റിങ്ങാലിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവൻ്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവരാനായിട്ടുണ്ട്, മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം, അപ്പോൾ വേഗം വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി റെഡി ആവുകയാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറേ സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ച് വന്ന് എടുത്ത് പോകാവുന്ന ആ ഒരു ദൂരേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഇത് രാവിലെയാണ് കേട്ടോ, രാവിലെ ഒരു 10-11 മണി ആ ഒരു സമയമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവരെ ഈ പ്രോഗ്രാമിന് മുന്നേ തന്നെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ മുന്നേ തന്നെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കുമല്ലോ, കാരണം സ്റ്റേജ് ഫ്രീ ആവുന്നതിനനുസരിച്ച് അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞതാണ്. ഓന് പഞ്ചാബി ഡാൻസിനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധാരണ വീട്ടിൽ ചെയ്യണ പോലെയൊന്നും അല്ലല്ലോ, കുറച്ച് കൂടുതൽ ഒരു ചെയ്യൂലേ, ഇങ്ങനെ പുട്ടിയടിക്കാന്നൊക്കെ പറയില്ലേ, അതന്നെ. എനിക്കറിയില്ലേനു കേട്ടോ ഇങ്ങനെ ഓൻ എത്ര കോപ്പറേറ്റ് ചെയ്യുമെന്നുള്ളത്, കാരണം ഇങ്ങനത്തെ ഒന്നും പൗഡർ ഇടാനും കൂടെ വലിയ ഇഷ്ടമല്ല, അതിനും കൂടെ അയക്കൂല. പക്ഷേ കുഴപ്പമില്ല, ഇവിടുന്ന് കുറേ കുട്ടികളുള്ളതുകൊണ്ടാണോ ഇനി വേറെ ആൾക്കാർ ചെയ്ത് കൊടുക്കണതുകൊണ്ടാണോ എന്താ അറിയില്ല, നല്ലോണം കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുക്ക് പിന്നെ ഞാൻ കുറച്ച് നേരം വന്നിട്ട് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണുകയാണ്. ചില പാട്ടേക്കും നമുക്ക് പോയിട്ട് കാണാൻ തോന്നില്ല, എന്താ ഡാൻസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതോ ഒരു നല്ല രസമുള്ള പാട്ട് കേട്ടപ്പോൾ ഞാൻ വന്ന് നോക്കിയതാട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഈ ഒരു ഡ്രസ്സും മേക്കപ്പും എല്ലാം കൂടെ ആയിട്ട്. ഇത് ഞാനിങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ പറയും കേട്ടോ, ചിരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചുണ്ട് ക്ലോസ് ചെയ്യാനും ഒരിക്കൽ എന്തോ പോലെ ഡാൻസ് കളിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ആന്ന് കാട്ടിയിട്ടേനു കേട്ടോ, ചുണ്ട് തുറന്ന് വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചിരുന്നത്. പിന്നെ ഓല അവിടെ നിർത്തിയിട്ട് ഞാനും ഉമ്മയും കൂടെ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് നേരം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണിയിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. പോണ വഴിയിൽ ഓന് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ട്, അപ്പോൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഡാൻസ് നല്ലോണം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങി തരേണ്ടതെന്ന്. ഞാൻ മറന്നിടണം, ഓൻ മറന്നിട്ടൊന്നുമില്ല. life every day. 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഞാൻ പോയിട്ട് വേഗം ഫുഡ് കഴിക്കുകയാണ് ചെയ്യണത്, കാരണം ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മെയിനായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഹാമ്പേഴ്സ് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതേപോലത്തെ ചിപ്പ് ബോർഡ്സ് യൂസ് ചെയ്താണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം വേണം, കാരണം ഇങ്ങനെ ഓരോന്നും ഒട്ടിച്ച് അത് ഉണങ്ങിയിട്ടൊക്കെ വേണ്ടേ. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഹാമ്പർ ചെയ്യുമ്പം ഭയങ്കര സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക, കാരണം അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കറക്റ്റ് ഈ ഒരു ലിഡ് ക്ലോസ് ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുക. 3 ഹാമ്പേഴ്സാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാനുള്ളത്. അതിൽ 2 എണ്ണം സെയിം സൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നല്ല, ആ ഒരു വീഡിയോയിലുള്ള സെയിം തന്നെയാണ്. പക്ഷേ ഒന്ന് ഒരു കസ്റ്റമൈസ്ഡ് സൈസാണ് കേട്ടോ. ഞാൻ അതിനുള്ളിൽ വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു അളവിലാണ് ചെയ്തെടുക്കണത്. അപ്പോൾ അതിൽ ഒരു ചോക്ലേറ്റ് വെക്കാനുണ്ട്, പിന്നെ ഫ്ലവേഴ്സ് വെക്കാനുണ്ട്, പിന്നെ ഒരു റിംഗ് ആൽബത്തിൻ്റെ സെറ്റും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചോക്ലേറ്റ് ഡയറി മിൽക്ക് സിൽക്കാണ്, പിന്നെ ഫ്ലവേഴ്സ് ആണെങ്കിൽ 2 എണ്ണോ 3 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ സൈസ് ഉള്ളതൊന്നും വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസിലാണ് ചെയ്യണത്. പിന്നെ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ഹാമ്പേഴ്സിൻ്റെ ഓർഡർ വരുമ്പോൾ ഫസ്റ്റ് കസ്റ്റമറിനോട് ഞാനിങ്ങനെ ചോദിക്കും, റെഡിമെയ്ഡ് ഹാമ്പർ വാങ്ങണോ അതോ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത്. റെഡിമെയ്ഡ് ആകുമ്പോൾ ബഡ്ജറ്റ് കുറച്ച് കൂടും, ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ കുറച്ച് കുറയും, അങ്ങനെയാണ് പറഞ്ഞെടുക്കലുള്ളത്. അപ്പോൾ ചിലവർ റെഡിമെയ്ഡ് യൂസ് ചെയ്യാൻ പറയും, ചിലവർ ഇതും പറയും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഹാൻഡ് മെയ്ഡ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. സോ ഈ ചിപ്പ് ബോർഡ്സിൻ്റെ പീസസൊക്കെ ഞാനൊരു ഐവറി കാർഡിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഐവറി കാർഡ് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് കുറച്ച് കട്ടിയുള്ളതും പിന്നെ സാധാരണ പോലെയുള്ള മീൻസ് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഇതിൽ കട്ടി കുറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് വേണം കേട്ടോ ഹാമ്പേഴ്സും സ്ക്രാപ്പ് ബുക്കും ഒക്കെ ബേസ് ചെയ്യാൻ. കാരണം കട്ടി കൂടിയതാണെങ്കിൽ നമ്മളിങ്ങനെ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര കട്ടിയുള്ളത് യൂസ് ചെയ്യാതെ ഈ ഒരു 18-20 ആ ഒരു ഇടയിലായിട്ടാണ് കേട്ടോ ഇതിന് പ്രൈസ് വരിക. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് വാങ്ങിയാൽ മതി.
അങ്ങനെ ആ ഒരു ഹാമ്പറിനുള്ളതും പിന്നെ മിനി ഹാമ്പേഴ്സിനുള്ളതും ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം അതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിലൊരു 4:30 ആയപ്പോൾ പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. കാരണം ഗസ്റ്റ് 4 മണിക്കാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം 9 മണിയാവാനായപ്പോഴാണ് കേട്ടോ തിരിച്ചു വന്നത്. വന്ന ഉടനെ ഞാൻ കർട്ടൻസൊക്കെ നീക്കിയിട്ടിട്ട് പോയിട്ട് ഫ്രഷ് ആവാണ് കേട്ടോ ചെയ്യണത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യണത്. സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസറാണ്. ഇത് തീരെ ഫോമി ഒന്നല്ല കേട്ടോ, പക്ഷേ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ നല്ലോണം പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിതൊക്കെ വീണ്ടും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ 2 ഹാമ്പറിനുള്ള ചിപ്പ് ബോർഡ്സ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാനത് ശരിക്കൊപ്പം നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ ഞാൻ ഇരുന്നിട്ട് കട്ട് ചെയ്യാണ്. അത് ഇന്ത്യ പോസ്റ്റ് ആണോ DTDC ആണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. കാരണം അവർ പറയാമെന്ന് പറഞ്ഞതേനു. DTDC ആണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ കൂടെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അതും കൂടെ ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യൽ മസ്റ്റാണ്, കാരണം നാളെ അയച്ചാലേ ആ ഒരു ഡേറ്റിന് അവിടെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ത്യ പോസ്റ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. കാരണം അതിനുള്ളതൊന്നും ഞാൻ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഒരേ ടൈപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യണത് തന്നെയാണ് നല്ലത്. കൊടുക്കാനുള്ള ദിവസം ആയിട്ടില്ലെങ്കിലും ചെയ്ത് വെക്കാമല്ലോ. ഈ ഒരു ഷീറ്റിന് ചിപ്പ് ബോർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് എന്നൊക്കെയാണ് കേട്ടോ പറയുക. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഞാൻ നല്ല കട്ടിയുള്ളത് നോക്കി വാങ്ങിയതാണ്. അല്ലെങ്കിൽ കൊറിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇന്ത്യ പോസ്റ്റ് വഴിയൊക്കെ ആകുമ്പോൾ വെയിറ്റ് വന്നിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഈ ഒരു മിനി ഹാമ്പർ ചെയ്യുന്ന സമയത്ത് ഫോം ബോർഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഭയങ്കര ഈസി അല്ലേ, കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്താൽ മാത്രം പോരെ, വേറെ ഷീറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ടല്ലോ. പക്ഷേ ഇന്ത്യ പോസ്റ്റ് വഴി കൊറിയർ ചെയ്യുന്ന സമയത്ത് ഫോം ബോർഡ് യൂസ് ചെയ്ത ഹാമ്പേഴ്സ് ചെറുതായിട്ട് ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് നീങ്ങിപ്പോവാനും ചെറിയ രീതിയിലുള്ള പൊട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ചിപ്പ് ബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാകുമ്പം അത്ര പാക്കിങ്ങിൻ്റെ ആവശ്യമില്ല, സാധാരണ ചെയ്യണ പോലെ ബബിൾ റാപ്പർ മാത്രം മതി, എന്നാൽ സേഫായിട്ട് എത്തുകയും ചെയ്യും. ഫോം ബോർഡ് ആണെങ്കിൽ നല്ലോണം പാക്ക് ചെയ്യും വേണം, എന്നാലും സേഫായിട്ട് എത്തുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് പണി എടുത്തിട്ടാണെങ്കിലും ഇതന്നെയല്ലേ നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനതൊക്കെ സ്റ്റിക്ക് ചെയ്ത് ആ ഒരു ഷീറ്റൊക്കെ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നും ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കണത്. ഇത് ചിലപ്പം ഈ ഒരു വൈറ്റ് ഷീറ്റിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ ഷെയ്ഡ്, ഇതിനൊരു യെല്ലോ കളറല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ കാണും. അപ്പോൾ ഓവറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ, ചെറിയ രീതിയിലാക്കി കൊടുക്കും. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷെഡ് ബോക്സിനൊക്കെ ചെയ്യണ പോലെ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ഉള്ളിലും ഒന്നുകൂടെ നല്ലോണം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അവിടെ നിന്നോളും. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് മറ്റേ ഹാമ്പറും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. all I want, and I pray, I believe in a better day. Living life, every day, late at night, not okay. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുപ്പിയിൽ വെള്ളം തീർന്നപ്പം അതൊക്കെ പോയിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹാമ്പേഴ്സൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഇതിന് മുകളിൽ ഒട്ടിക്കാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതും. അതുകൊണ്ട് ഇനി അളവൊക്കെ നോക്കിയിട്ട് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഒരു വൈറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആ ഒരു വൈറ്റ് കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കൽ. ഫോം ബോർഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടും ആ ഒരു ബോക്സിൻ്റെ അളവാണ് നോക്കുക. പക്ഷേ ഇത് 1 സെൻറ്റിമീറ്ററൊക്കെ കുറച്ചിട്ടാണ് അളവെടുക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഉറക്കം വരുന്നൊക്കെ ഉണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും പോവലൊക്കെ അല്ലേനോ. പക്ഷേ ഇത് ഫുള്ളാക്കാതെ കിടന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, കാരണം രാവിലെ ഇത് ചെയ്യാനിരുന്നാൽ എത്ര പെട്ടെന്ന് തീരുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളിൽ റിംഗ് ആൽബം വെക്കാനുള്ള ആ ഒരു സ്പേസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തെർമാക്കോളാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കണത്. പിന്നെ റിംഗ് ആൽബും അതിൻ്റെ കൂടെ തന്നെ ഒരു കാർഡും കൂടെ വേണം, അപ്പോൾ അതും സെറ്റ് ചെയ്യണുണ്ട്. പിന്നെ 2 കിറ്റ്കാറ്റ്സ് ആണ് കേട്ടോ വെക്കണത്.
ഈ ഒരു ടൈപ്പ് ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൽ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ഈ ഒരു റിംഗ് ആൽബം കാർഡും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ചോക്ലേറ്റ് ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ട് പിന്നെ ഇങ്ങനെ ഓർഡർ കിട്ടിയപ്പം ഞാൻ ചോക്ലേറ്റ്സ് 2 ഇതിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് വെറുതെ അങ്ങനെ ആ ഒരു പ്രൈസിനുള്ളിൽ തന്നെ ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് മോഡലും ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും. വേറെ കസ്റ്റമൈസ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് അതിൽ ചോക്ലേറ്റ്സ് ആഡാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഹൈറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാനില്ല. അപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ ഇതിന് താഴെ, പിന്നെ മുകളിൽ ഒരു പീസ് തെർമാക്കോളും വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റിംഗ് ആൽബത്തിൻ്റെ സെറ്റാണ് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ 2 ചോക്ലേറ്റ്സും കുറച്ച് ഫ്ലവേഴ്സും. സൈസ് എത്രയെന്ന് ഓൾറെഡി നോക്കിയിട്ട് ഹാമ്പർ ചെയ്തുകൊണ്ട് പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നം വരില്ല ലേഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മളെ പോളറോയിഡ് ബോക്സ് വെച്ചതിൻ്റെ താഴെ കുറച്ച് ഇത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ബേബീസ് ബ്രെത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാമ്പർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ലിഡ്, അവിടെ ഞാനൊരു കസ്റ്റമൈസ്ഡ് നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ ശരിക്കും പറഞ്ഞത് ചെറിയൊരു കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ മെസ്സേജ് എഴുതിയിട്ട് ഹാമ്പറിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി എന്നാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വിഷാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ കാർഡിൽ ഒതുങ്ങൂല. പിന്നെ ചെറിയ കാർഡാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഫോണ്ടും ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു ഹാമ്പർ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പൊസിഷനിൽ വെക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വെക്കട്ടെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഹാമ്പേഴ്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഡെസ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇത്രയും ചെയ്തില്ല, പിന്നെ ഇതും കൂടെ അങ്ങോട്ട് ചെയ്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു 3 ഹാമ്പറും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് ലേറ്റ് ആയാലും ഇനി രാവിലെ എണീറ്റിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരിതാണ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഈ ഒരു ടൈപ്പ് ഹാമ്പർ ചെയ്യാൻ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ ഫെവിബോണ്ടും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ആകെ കയ്യിൽ കൊട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് അതൊക്കെ ക്ലീനാക്കി ഫ്രഷായിട്ട് കിടക്കാണ് കേട്ടോ ചെയ്യണത്. സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്ക് 1 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.